അച്ഛൻ, കർത്താവിൽ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ദൈവജനമേനും നമുക്കെല്ലാവർക്കും ഇന്ന് ഈ വിശുദ്ധ ആലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം ആയുസ്, ആരോഗ്യം, അവസരം, സ്വാതന്ത്ര്യം എല്ലാം നൽകിയതിനായിട്ട് നമുക്ക് നന്ദി പറഞ്ഞു. ഇവിടെ വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നെനിക്കറിയാം. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒരു സ്നേഹമുള്ള ആളാണ്. അദ്ദേഹത്തെ പല പ്രാവശ്യമായിട്ട് അറിയും. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയോ അതിനെ ആഴ്ചയോ മെത്രാപ്പൊലീത്ത ഇവിടെ വന്നപ്പോൾ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷന് എഴുതി വെച്ചതായിട്ടുള്ള ഒരു വെൽക്കം സ്പീച്ച് ആ പേര് മാറ്റി ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഇച്ചിരി അസൂയുണ്ടെങ്കിലും എനിക്ക് വലിയ സന്തോഷമായി. It's always good to hear good things, though we are not that good. പക്ഷെ അതെല്ലാം നമുക്കൊരു ചലഞ്ചാണ്. ഈ മാർത്തോമാ സഭ ബിഷപ്പന്മാർക്ക് ബുദ്ധിയില്ലെങ്കിലും ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ആളുകൾ. അവർ ബിഷപ്പിൽ നിന്ന് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം കൂടി ഈ വെൽക്കം സ്പീച്ചിൽ എഴുതും. എന്നിട്ട് അത് കേട്ടത് വിഴുങ്ങിക്കൊണ്ട് പോകുന്നതിൻ്റെ കഷ്ടകാലവും വിഴുങ്ങാതെ അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ദുഃഖവും ഭാരവും മറ്റൊരു സൈഡിലും ഇതൊക്കെ ഉണ്ട്. ബട്ട് ഐ പ്രൗഡ് ടു ബി എ ബിഷപ്പ് ഇൻ ദ മാർത്തോമാ ചർച്ച്. അതിന്റെ കാരണങ്ങൾ പലതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയുടെ ബിഷപ്പന്മാരെയും വൈദികരെയും ഇത്രയും സ്നേഹിക്കുന്നതായ ഒരു സഭ ലോകത്തിലില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. യു ഓൾ നോ ദാറ്റ്. അതിന്റെ ആളുകളാണ്. We are told that I am secretary to വലിയ തിരുമേനി for a short period, 2 years. തിരുമേനിയുടെ വലിയ സ്നേഹിതർ ഇവിടെയുണ്ട്. നമ്മുടെ തമ്പി ഒക്കെ തിരുമേനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു കളയും. ഒരു ആൽബം തന്നെ ഉണ്ടാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. തിരുമേനി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ സഭയിലെ ജനങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ആയുസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അദ്ദേഹം ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോൾ തിരുവല്ലായി പുലാത്തിന് ആളുകളെല്ലാം തിരുമേനി ആരോഗ്യത്തോടു കൂടെ തിരിച്ചു വരുമോ, കീമോയൊക്കെ കഴിഞ്ഞ് ഈ താടിയും മുടിയെല്ലാം ഒഴിഞ്ഞ് വരുമോ വളരെയധികം ആങ്ഷ്യസ് ആയിരുന്നു. അതൊന്നുമില്ലാതെ തിരുമേനി ആരോഗ്യത്തോടു കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ തിരുമേനി അവിടെ വന്നുകൂടി ആളുകളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടി വിട്ട ക്രിസോസ്റ്റം മരിച്ചുപോയി. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ജീവിപ്പിച്ച ഒരു പുതിയ ക്രിസോസ്റ്റമുണ്ട്. ദിസ് ഈസ് ദ മാർത്തോമാ ചർച്ച്. And we are greatly privileged to be part of that great line. ഒരിക്കൽ തിരുമേനി ജനങ്ങളെ പറഞ്ഞു, ഇങ്ങനെ പ്രധാനം പറഞ്ഞു, ബിഷപ്പായി അതിനാളായില്ല. അദ്ദേഹം കൊട്ടാരക്കര നിന്ന് മദ്രാസിലേക്ക് ഈ മീറ്റർ ഗേജ് ചെറിയ പുനലൂർ വഴി പോകും. അപ്പോൾ അവർ വിചാരിച്ചു പുനലൂർ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ കിട്ടും. തിരുവേലിയുടെ കമ്പാർട്ട്മെന്റിൽ ഒരു സർദാർജിയും അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ കുഞ്ഞിന് ഒരു 4 മാസമായിട്ട്. അപ്പൊ ഈ ട്രെയിൻ പോയി ഈ പുനലൂർ എത്തുന്നതിന് മുമ്പ് മണ്ണിടിഞ്ഞ് വീണ് ഈ റെയിൽവേ ലൈൻ ബ്ലോക്കായി. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണമില്ലെന്നല്ല, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാകും. വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, ഒന്നുമില്ല. ഒരു 4 മണിയായപ്പോൾ തിരുമേനി ഇതൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ഒരു വീട്ടിലോട്ട് പോയി. ട്രെയിൻ വിടാൻ ഒക്കത്തില്ല, അതെല്ലാം കുപ്പായൊന്നുമില്ല, പാന്റും ഷർട്ടും ഇട്ട് ആ കയറിയ വീട്ടിലൊരു സ്ത്രീ, പിടുക്കിയായ ഒരു സ്ത്രീ, ആരാണെന്ന് അറിയത്തില്ലല്ലോ. അദ്ദേഹം തിരുമേനി പറഞ്ഞു, ഒരു കരിക്ക്. വാട്ട് ഈസ് കരി? കരിക്ക് ഈസ് ടെൻഡർ കോക്കനട്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കരിക്കെന്ന് പറഞ്ഞ് നീ കയറിയൊക്കെ എല്ലാവരും കൂടെ വന്ന് ഇനി ഇവിടുത്തെ തെങ്ങിന്റെ മണ്ട നശിപ്പിക്കും എന്നുള്ളതാണ്. ന്യായമായ ഒരു മാർത്തോമാക്കാരി സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ അത്ര ശക്തമായിട്ട്. You need not worry about all the 12 Swiss community. You need not worry about all these things. These are all not good stuff. When the good stuff come, I try to communicate in a language which is known to you, unknown to me too. അതിന് ഒന്നും പറയാതെ അങ്ങ് തിരിച്ച് ട്രെയിനിൽ പോയി. അത് ഫോളോ പട്ടായ സൈക്കിൾ അത് മലയാളത്തിലാണ്.
ഒരു 4:30 ആയപ്പോൾ രണ്ട് മൂന്ന് പിള്ളേർ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുക. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ അകത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇത് നമ്മുടെ ക്രിസോസ്റ്റം തിരുവേണ്ട കൂട്ടിയിരിക്കുന്നല്ലോ. മറ്റേ പറഞ്ഞു, ഓ ക്രിസോസ്റ്റം പാലിട്ടാണ് ക്രിസോസ്റ്റം ഇരിക്കുന്നത്. മറ്റവനെ അങ്ങ് സ്നബ് ചെയ്തു, നമ്മൾ ഏതൊരു ചെയ്യുന്നവർ അവനൊന്നും. എന്നിട്ട് അവരവിടെ നിന്നപ്പോൾ മറ്റോ പറഞ്ഞിട്ട് ശരിയാന്ന് തോന്നുന്നുണ്ട്, കുപ്പായം അവിടെ അകത്തുണ്ട്. തിരുമേനി പറഞ്ഞ കാര്യം, they didn't come inside to verify whether it is a Chrysostom intact or not. They haven't done anything. They just disappeared. And within no time, the whole crowd, the neighborhood was there on the platform with tender coconuts, ethica, maybe including that lady who rebuked Thiruveni. എല്ലാവരെയും ഫീഡ് ചെയ്യും, എല്ലാവർക്കും ഭക്ഷണം, വെള്ളം. They fed the whole tree. അത് കഴിഞ്ഞ് മണ്ണെല്ലാം മാറി വണ്ടി മുമ്പോട്ട്. 4 മാസം പ്രായമുള്ള ഈ കുഞ്ഞുമായി വന്ന സർദാർജി പറഞ്ഞു, ബിഷപ്പ്, it is because of you that my child survived. കാരണം അതിന് വെള്ളം കിട്ടി, വെള്ളമില്ല, പാലില്ല, ഒന്നുമില്ല. തിരുമേനി അവരോട് പറഞ്ഞു, no, you are wrong. Not because of me, but because of my people that you and your children are surviving. This is the Marthoma Church. And we are proud to be members and a bishop in that church. I need not explain anything in more. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ആ സഭയുടെ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഈ ആളുകളുടെ സ്നേഹവും സന്തോഷവും സ്വീകരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ആ നടപ്പിനനുസരിച്ച് ഉള്ള നന്മകൾ ചെയ്യാൻ ഒക്കാത്തതിൽ ഉള്ള ദുഃഖം ഉണ്ട്. ഒക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ബിഷപ്പന്മാരെല്ലാം ഇങ്ങനെയായി പോകുന്നത് സത്യസന്ധമായി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആ 2ാമത്തെ ബെഞ്ചിലിരിക്കുന്ന സ്നേഹിതനോട് ഒരു ചോദ്യം ചെയ്യുക, ഇന്നലെ കണ്ടു, Did you ever pray for me for the last 1 month? You are a person always telling truth. That is why you are keeping quiet. I know that. പിന്നെ ഞാൻ ഇങ്ങനെ ആയി പോകുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കാണോ നിങ്ങൾക്കാണോ? നീക്കൊന്നും മനസ്സിലാകില്ലായിരിക്കും സൺഡേ പറയുന്നത്. ഈ ഇവിടെ കൊഴറുകാരെ കുറിച്ച് ഞാൻ ഇന്നലെ പൊക്കി പറഞ്ഞു, കാത്തു പറഞ്ഞു, ഇന്ന് അവരുടെ പാട്ടൊക്കെ കേട്ട് ഞാൻ തന്നെ മയങ്ങിപ്പോയി. നിങ്ങൾ ആരെയും ഇന്ന് ഈ ബിഷപ്പ് വലിയ കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ നിൽക്കണമെന്ന് ആദ്യത്തെ 3 ബെഞ്ചിലിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ പ്രാർത്ഥിച്ചു? മുമ്പിലിരുന്ന 3 സീറ്റിലുള്ള പ്രാർത്ഥിക്കാത്തവരോട് ചോദിച്ചപ്പോൾ ഇടയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ഒരാൾ ഏസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. മരിച്ചു പോകാതിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കാത്തിടത്തോളം കാലം ജീവിച്ചിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. ആ ആഗ്രഹമാണ് പ്രാർത്ഥന. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുമ്പിലിരിക്കുന്ന 2 കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു വിഷമവുമില്ല. ഇതുകൊണ്ട് സ്വർഗരാജ്യം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയില്ല. Let me quickly take you to the Mumbai Diocese for a few minutes. I'm in charge of the Mumbai Diocese. That's one of the missionary dioceses we have. ഇവിടെ ഒത്തിരി ആളുകൾ ബോംബെയിൽ നിന്നുള്ളവരുണ്ട്. അവർക്കൊക്കെ ഞാൻ പറയുന്നത് വളരെ സ്ഥലവും കാര്യങ്ങളും മനസ്സിലാവും. എന്തിനാണ് സഭ? ഇന്നലെ നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഇമോഷൻസ് കേറ്റർ ചെയ്യുന്നത് മാത്രമല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ്. The church is called to respond to the cries of people around. 22 years ago, the cries of the mothers in the red light of Mumbai. The church, particularly the Yuvajana Sakhim, responded. And the fruit is Navajeevan. Navajeevan എന്ന് പറയുന്നത് ബോംബെയിലെ ചുവന്ന തെരുവിലെ അമ്മമാരുടെ കുഞ്ഞുങ്ങളാണ്. ചില കുഞ്ഞുങ്ങൾക്ക് they are abandoned children. They are orphans. They do not know who their father and mother are. കുറച്ചു പേർക്ക് അമ്മമാരുണ്ട്, എങ്കിലും വലിയ ദുഃഖിതരാണ്. 1994 ഡിസംബർ 25 ആദ്യമായി നവജീവന്റെ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന കൂട്ടത്തിൽ പോകുവാനുള്ള ഭാഗ്യം എനിക്കും അന്ന് അവിടെ അച്ഛനായിരുന്നതുകൊണ്ട് എനിക്കുണ്ടായി. ഇവിടെ പിന്നീട് സ്റ്റുഡന്റ് ചാപ്ലൈനായിട്ട് വന്ന കുര്യൻ ജോർജ്, യുവജന സഖ്യത്തിന്റെ അംഗങ്ങളിൽ പലരും, അതിൽ ആൻസൺ ചില ആളുകൾക്കൊക്കെ അറിയും. നമ്മുടെ അഡ്വക്കേറ്റ് PA സൈറസ് സാർ ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്.
അന്ന് ആ യാത്രയിൽ സാറില്ല എങ്കിലും സാറ് അതിനുമായി വളരെ ബന്ധപ്പെട്ട ആളാണ്. ബോംബെയിലെ ചുവന്ന തെരുവിൽ ചെന്നപ്പോൾ അമ്മമാർക്ക് ഉള്ള മീറ്റിംഗ്, ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു. കുഞ്ഞുങ്ങൾ അവിടെ. എനിക്ക് ഭാഷ അറിയാൻ പാടില്ല. കുര്യൻ ജോർജിന്റെ മറാഠിയും ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം ഒരുപോലെ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണ്. പക്ഷെ ഈ അമ്മമാരൊക്കെ കരയുന്നത് ഞാൻ കാണും. അപ്പോൾ അച്ഛൻ പരിഭാഷപ്പെടുത്തി തന്നു. ഈ അമ്മമാര് പറയുന്നത് ഇതാണ്: ഞങ്ങൾ ഈ വലിയ we are in this vicious circle, but by no means we don't think that we can escape from this reality. We are trapped and we are polluted and we are sick, but we don't want to see our children are in the same way. Can you do something for them? Would you please help them? And to that cry we responded, and we are now looking after 300 kids or children, students from the Bread Street. അവിടെ തന്നെ നമുക്ക് റെഡ് ലൈറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീഡിംഗ് സെന്റർ. Then we have the നവജീവൻ വില്ലേജ്. അവിടെ ഒരു ഹൗസ് പേരൻസ്, അങ്ങനെയുള്ള 8 ഹൗസസ്, അതിനകത്ത് 20 കുട്ടികൾ, ഒരു അപ്പനും അമ്മയും അവരുടെ ഹൗസ് പേരൻസ്. അങ്ങനെ 160, ഇപ്പോൾ 158 കുഞ്ഞുങ്ങളെയാണ് അവിടെ നമ്മൾ കേറ്റർ ചെയ്യുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പോവാണ്. കാരണം അവർക്ക് അവിടെ സെൻട്രലിൽ വെക്കുകയല്ല. 18 വയസ്സ് കഴിയുമ്പോഴാണ് ഇവർ ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ വരുന്നത്. വെരി എക്സ്പെൻസീവ്. അപ്പോൾ അവരെ എല്ലാം വിടുക, അവരെ എക്സ്റ്റൻഷൻ ഹോംസ് അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റും. അവരെ ചില ആളുകൾ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്നവരുണ്ട്. മെഡിക്കൽ ലൈനിൽ നേഴ്സിംഗ് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്നവർ അങ്ങനെയില്ല. മറ്റ് ആർട്സിൽ താല്പര്യമുള്ളവർ, ഫൈൻ ആർട്സിലുള്ളവർ, ഇങ്ങനെയുള്ള സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതാണ് നവജീവൻ. അത് 22 കൊല്ലം തികയാണ്. ഈ എക്സ്റ്റൻഷൻ ഹോമിലുള്ള വീടുകളെല്ലാം നമ്മൾ റെന്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഒരു സ്ഥലം, ഒരു കെട്ടിടം വെക്കാൻ തന്നിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒരു മാസം നവജീവനിലെ the establishment of Navajeevan needs 25 lakhs of rupees per month. ഇത് നമ്മൾ സൂചിയുടെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ വെക്കുകയല്ലോ. If you want to feed, if you want to pay the fees, you have to pay the money. So money matters. Money is not sinful, it matters, but money is not the be all and end all. അത് 22 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ 2 വർഷം മുമ്പ് we started another project under the umbrella Navodaya movement. It is a justice movement. Navodaya movements-ന്റെ കീഴിൽ ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ സൂചിപ്പിച്ചു. And that mainly looking after the children from the streets of Mumbai. And youngsters, you listen me carefully. If you search the Google, you can very well see that there are 300,000 children are in the streets of Mumbai. Their home is the street. Their study table is the street. They eat in the street. Just imagine 300,000 children. അതിനകത്ത് ഏറ്റവും അധികം വേദനയുള്ള, പ്രയാസമുള്ള ഏരിയ എന്ന് പറയുന്നത് റാക്ക് പിക്കേഴ്സ് ആണ്. അതായത് ഡംപ് യാർഡ്. നമ്മൾ കഴിക്കുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയും എല്ലാം വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന ബോംബെയിലെ വലിയ ഡംപ് യാർഡിൽ പ്ലാസ്റ്റിക് പറക്കി ജീവിക്കുന്നതിന് വിധിക്കപ്പെട്ടതായിട്ടുള്ള കുഞ്ഞുങ്ങൾ. And now we are looking after 500 children. അതിനകത്ത് 150 കുട്ടികൾ, 150 students, for the first time in their life, last June, they have gone to the school. They took admission in the school. 150. Seems to be a very small number, 150, but for a small diocese and small projects, we are looking after 150 students for the, we send them to the schools and see that they are properly studying. ബാക്കിയുള്ള കുട്ടികൾ, കൊച്ചു കുട്ടികളെ നമ്മൾ we bring them to our center. We'll give them informal education. We have social workers and we are teachers, IS and all. അത് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർക്കൊരു ചെറിയ മിഡ് ഡേ മീൽ ചെറിയതായിട്ട് കൊടുത്തിട്ട് അവരെ വിടും. അതാണ് ഒരു പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റുകളെല്ലാം ഞാൻ കഴിഞ്ഞ ഒരു യൂത്ത് മീറ്റിങ്ങിന് ഇവിടെ വന്നപ്പോൾ, ഇവിടെ നിന്ന് യൂത്ത്സ് അവിടെ വന്നപ്പോൾ പറഞ്ഞു, $1 a day can save a life. Are you following what? $1 a day. You can easily save $1 a day.
You say goodbye to Kentucky Fried every day. Or if you are taking twice a week, you can say, Dad, Mom, I need to leave one. There are many of my of children of my own age are not eating, they are dying of hunger. I am not exaggerating the whole thing. But these are all simple realities. You can Google in your computer. It is there. നമ്മളൊക്കെ ഇവിടെ ആദ്യമായി വന്ന ഒരു അച്ഛൻ 3 കൊല്ലം മുമ്പ്, കാരണം അയാൾ ഇമെയിൽ തിരിച്ച് ട്രാൻസ്ഫർ ആയി നാട്ടിൽ വന്നു. ഞാൻ 3 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ അതായത് ഒരു സാമൂഹ്യ ബോധമൊക്കെ ഉള്ള ഒരു അച്ഛൻ അവിടെ നമ്മുടെ അയലൂർ കർമ്മയൻ മന്ദിരത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, ആ പള്ളി. അപ്പോൾ അവിടുത്തെ കർമ്മയൻ മന്ദിരത്തിലെ അഗതികളെ കുറിച്ചും അവിടുത്തെ കുഞ്ഞുങ്ങളെയും കുറിച്ചും അറിയാം. ഇവിടെ വന്നപ്പോൾ അച്ഛൻ വരുമ്പോൾ തന്നെ VBS ആണ് മെയ് മാസം. അപ്പൊ അച്ഛൻ കണ്ടപ്പോൾ ഡോണറ്റ് ഒന്ന് ഇങ്ങനെ സ്മെല് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കടിച്ച് കളയുന്നു. അപ്പോൾ അച്ഛൻ ഈ പേരൻസിനോട് പറഞ്ഞു, ദിസ് ഈസ് എ ക്രൈം. I am coming from a place where people are in hunger. How come these kids can throw away all these Dunkin' Donuts and these? അപ്പോൾ മഹാന്മാരായ അപ്പന്മാര് അച്ഛനോട് പറഞ്ഞാ, you don't know the situation of America. If you say no to them, they won't come to the VBS anymore. And don't say anything. ഇവിടെ ഇരിക്കുന്ന I don't care to say this. അങ്ങനെ പറയുന്ന മാതാപിതാക്കൾ ക്രൈസ്തവനല്ല, അവൻ ആരാണെങ്കിലും. ഞാൻ ഇത്രയും ശബ്ദവൃത്തി പറയാൻ പാടില്ല, കാരണം ഞാനും ഒരു സംഭാവനയ്ക്ക് വേണ്ടി ഇനി ഒടുവിൽ ചോദിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തരികയില്ല. പക്ഷെ അങ്ങനെ തന്നാലും തന്നില്ലെങ്കിലും ഒരൊറ്റ മാർഗമാക്കാറ് അവന്റെ പിള്ളേരോട് ഡോണറ്റ് അടിച്ചിട്ട് കളഞ്ഞോണ്ട്. Your waste is taking the life of the wasted people in different parts of the world. You are all answerable. അതുകൊണ്ട് ഭക്തി എന്നൊക്കെ പറയുന്നത് ഡോണറ്റ് അടിക്കുന്നതല്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങനെയുള്ള കുട്ടികളുടെ ഈ നമ്മൾ 250ഓളം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഹോസ്റ്റലുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഹോസ്റ്റലിൽ ഞങ്ങളുടെ സേവികാസംഘം നടത്തുന്നുണ്ട്. ആ സേവികാസംഘ ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് മാത്രം ഏറ്റെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. ഗോറിഗോണിൽ ഇരുന്ന അച്ഛൻ ഇവിടെ ഇരുന്നയാണ്, മാത്യു തോമസ് അച്ഛൻ. അതേ ഒരു ആക്സിഡന്റിൽ മരിച്ചു വീഴുക, നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ. അദ്ദേഹം ഇരിക്കുന്ന പള്ളിയിൽ ഒരു സുവിശേഷനും അദ്ദേഹമായി നടന്നു പോയപ്പോൾ കാണുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് കരഞ്ഞ് മുറ്റത്ത് വീഴും. അവർ നോക്കിയിരുന്നപ്പോൾ ഈ കുഞ്ഞ് വിശന്ന് വെച്ചെന്ന് അവിടെ കാണിക്കുന്നത് മണ്ണ് തിന്നുകയാണ്. മണ്ണല്ല മണ്ണ്. 4 കുഞ്ഞുങ്ങളാണ് ആ വീട്ടിലുള്ളത്. അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി, 4ാമത് ജനിച്ച കുഞ്ഞും പെണ്ണായതുകൊണ്ട് അപ്പൻ ഉപേക്ഷിച്ചു. അമ്മ ബംഗീരിയാണ്, മൂത്ത കുട്ടി അത് തന്നെ. ഇളയ കുഞ്ഞ് കാത്ത് അടുത്ത 2 ഇരിക്കുകയാണ്. ഈ കുഞ്ഞാണ് മണ്ണ് തിന്നുന്നത്. ആ മണ്ണ് തിന്നുന്ന കാഴ്ചയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെയും പറഞ്ഞതാണ്. ആ മണ്ണ് തിന്നുന്ന കുഞ്ഞിനോടുള്ള റെസ്പോൺസാണ് ഇന്ന് ദയാനികേതൻ എന്ന് പറയുന്നതായ ഹോസ്റ്റലിൽ 15 കുട്ടികൾ താമസിക്കുന്നുണ്ട്. ആ 15 കുട്ടികളിൽ ഈ വീട്ടിലെ 3 കുട്ടികളുമുണ്ട്. ആ കുറെ നാൾ കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ഹോസ്റ്റൽ സന്ദർശിക്കുമ്പോൾ അതിന്റെ ചുമതലയുള്ള മറാഠിയായ സുവിശേഷകനും ഭാര്യയും ഇവരെ കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, യു റിസൈറ്റ് വേഴ്സസ് ഫ്രം ദ ബൈബിൾ, മറാഠി. And they started reciting verses from the Bible, and finally I have to say I want to go stop it. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുട്ടികളോട് ചിലരെ കോമ്പറ്റീഷന് വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും, നല്ലത്, എല്ലാവരും പഠിക്കുന്നുണ്ടായിരിക്കും, പഠിക്കണം. ഒരു 4 വാക്യം പറയുമ്പോൾ പിന്നെ അവരങ്ങ് നിർത്തുകയാണ്. ബിഷപ്പിന് പോകാനുള്ള ധൃതി കൊണ്ടല്ല, പിന്നെ അതിനപ്പുറം അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും കുറ്റപ്പെടുത്തലുകളല്ല. ഇങ്ങനെയുള്ള സമൃദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അതിലൊരു കുട്ടി ഈ പ്രാവശ്യം നമ്മുടെ 250ഓളം വരുന്ന ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ഒരു കുട്ടി ഈ പ്രാവശ്യം CBSEക്ക്, CBSE, അത് ഇന്ത്യ മുഴുവനുള്ള പരീക്ഷയാണ്. He got 94% മാർക്ക്. നമ്മുടെ ബോംബെയിലെ സമൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ട്യൂഷനും അതിന്റെ പുറത്ത് ട്യൂഷനും പിന്നെ പോകുമ്പോഴും പഠിപ്പിച്ചു വിട്ടാലും ഒരു 80 കൂടുതലൊന്നും അധികമില്ല. 95 ഒക്കെ കിട്ടുന്നവരുണ്ട്, വെരി ഫ്യൂ. But one of our children from the hostel, hailing from the tribal villages of Maharashtra, he could have secured 94% mark, and now he is striving for CA, here it is CPA. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എത്രയോ മാണിക്യങ്ങളെന്നൊക്കെ നമ്മൾ സിനിമയിൽ പറയുന്നില്ലേ, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ.
അങ്ങനെയുള്ള ആയിരക്കണക്കുകളെ നമ്മൾ ഇനി നോക്കേണ്ടതുണ്ട്. എന്നാൽ പരിമിതി കൊണ്ട് നമ്മൾ നോക്കുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് നിങ്ങൾ എന്നോട് പിണങ്ങിയില്ലെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഈസി ആയിട്ടൊരു 100 കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി അവിടെ we can very well do the laser work. We will do some work for you in Maharashtra. 300,000 children അവരെ നോക്കാം. പോട്ടെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും. This is one small project we have now taken up. And the second project we have now looking after is the work among the transgenders. You know who's transgenders? You know, hijadas. ഞാൻ ഒരു ഹിജഡയെ കുറിച്ച് പറയാം. ഷീസ് എ മലയാളി ഫ്രം പെരുമ്പാവൂർ. She passed MA Literature. She didn't actually pass, but second year she left the college because of different pressures. Shalini is very good in all languages: Hindi, English, Marathi, Tamil, Telugu, and Malayalam. And since she is a Malayali, I can easily converse with her. So, വല്ലപ്പോഴും ശാലിനി വരും. ശാലിനി എൻ്റെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കും. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഈ ഒടുവിൽ ശാലിനി വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. തിരുമേനി, മലയാളിയായിരുന്നു തിരുമേനി, ഇന്ത്യയിലെ സുപ്രീം കോടതി ട്രാൻസ്ജെൻഡേഴ്സിനെ തേർഡ് ജെൻഡർ ആയിട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് they are recognized. They are the third genders. എന്നിട്ട് ശാലിനി എന്നോട് പറഞ്ഞു, തിരുമേനി, you just tell me. The Supreme Court has given out the verdict of accepting us as the third gender. Tirumeni, tell me, who am I? Who we are? We are neither male or female. This is the agony. 7 കൊല്ലം ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ച് PhD പാസ്സായ ഒരു കത്തോലിക്ക സിസ്റ്റർ ഉണ്ട്. ഷീ ഈസ് ഫ്രം കോയമ്പത്തൂർ. സിസ്റ്ററാണ് നമ്മളെ ഈ കാര്യങ്ങളുള്ള വളരെ ഈ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കൗൺസിൽ ഇതിനെ കുറിച്ചുള്ള അവർ സിമ്പിളായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? എ റൈറ്റ് സോൾ ഇൻ ദ റോങ് ബോഡി. എ റൈറ്റ് സോൾ ഇൻ ദ റോങ് ബോഡി. You are more prone to be in the feminine body, but tragically you are in the male body now. You can just imagine the agony. Just imagine the agony. 20 ലക്ഷം 2 million transgenders are in India. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത് പറഞ്ഞ അദ്ദേഹം ഡിക്ലെയർ ചെയ്തതാണ്. 2 million. Majority of them are in Mumbai. And we have started a small project for them. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. We just started. But we have very good response. The more we relate to these people, the more we realize how vulnerable they are, how painful they are. Sometimes we are treated just like objects. We are no more human. We are non beings. സ്നേഹിതരെ, നിങ്ങളും ഞാനും ഇതൊക്കെ കേൾക്കണം, മനസ്സിലാക്കും. എല്ലാവർക്കും ചെയ്യാനൊക്കത്തില്ല. There are our brothers and sisters passing through this kind of grave agony. അതിനിടയിലുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന അവർക്ക് ഇതിൻ്റെ മെഡിക്കൽ ഇഷ്യൂസ് വളരെ പ്രധാനം. എന്നിട്ട് അവർക്ക് കൗൺസിലിംഗ്. ഇപ്പം നമുക്കൊരു എന്നാ പറയുന്നത്, ഇവിടെ ഈ 800 തുടങ്ങിയുള്ള ഈ കോൾ വിളിക്കുന്നതിന് പേര് പറയും, ഫ്രീ ടോൾ ഫ്രീ നമ്പർ വി ഹാവ്. കേരളത്തിൽ നിന്ന് എൻ്റെ ചുമതലയുള്ള മാത്യു ഫിലിപ്പച്ചൻ പറഞ്ഞു, ഒരുപാട് കോൾസ്, they are getting calls from Kerala, but they are all subsided somewhere here, hidden somewhere, but there are many. They are our brothers and sisters. അതിനെക്കുറിച്ച് എൻ്റെ നമ്മുടെ ഡയസിസിൻ്റെ സെക്രട്ടറി PP കുരുളയച്ചൻ്റെ മകൾ, അച്ഛൻ മക്കളും കൊടുക്കുക, എല്ലാ അച്ഛന്മാരുടെ മക്കളും കൊടുക്കലാണ്. ഇവിടെ 25ഓളം അച്ഛന്മാരുടെ മക്കളുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. അച്ഛൻ്റെ മകൾ അവൾ എന്നോട് പറഞ്ഞു, തിരുമേനി, മുമ്പ് ട്രെയിനിൽ കയറുമ്പോൾ ഇവർ വന്നാൽ പേടിയാണ്, അങ്ങോട്ട് നോക്കുകയല്ല എന്ന് മാത്രമല്ല അവരെ അല്പം പുച്ഛത്തോട് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ അവരെ നോക്കും തിരുമേനി. എൻ്റെ കയ്യിൽ വല്ലതുണ്ടെങ്കിൽ കൊടുക്കും. This is a change, a perceptual change. ഞാൻ മുമ്പോട്ട് പോവാം. അതിൻ്റെ ഇടയിൽ മൂന്നാണ് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. We have started a school for mentally. Actually, we didn't start the Kalyan West Marthoma Church started that. Now the diocese has taken over that project.
And in Mumbai we have maybe enough day schools for mentally challenged, but we don't have enough residential programs. So the Child Welfare Board has requested us to start a project for this program for a mentally challenged residential program. And 7 acre land ഇപ്പോൾ വാങ്ങിച്ചിരിക്കുക. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ കണക്ക് പറഞ്ഞാൽ 15 million Indian rupees കടമെടുത്തിച്ചാണ്. I need another 1.5, 15 million more minimum. നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ചാടി കയറി ഈ 3 million നിങ്ങൾ തരാമെന്ന് ആരും പറയരുത്, അത് ഞാൻ വാങ്ങിക്കുകയില്ല. പക്ഷെ you must be serious about all this. We need money. ഞാനിതെല്ലാം ആവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഏറ്റവും അധികം ദുഃഖിക്കുന്നത് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസ്. ചിലർക്കെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങളുടെ സ്നേഹത്തിലും പരിചയത്തിലുള്ള കുഞ്ഞുങ്ങളെ പേരൻസിനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം, വാട്ട് ഹാപ്പൻസ് ടു മൈ ചൈൽഡ് വൺസ് വി ആർ നോ മോർ. ഈ യാക്കോബ സഭയിലെ ഒരു പൂർവ്വസഭ്യനുണ്ട്, അവരുടെ ബിഷപ്പാണ്. അദ്ദേഹം നവയാനം എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം നടത്തി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എല്ലാ സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലും മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവർ ദേ ആർ ഏബിൾ ഇൻ മെനി അതർ വേയ്സ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻഡ് പ്രോഗ്രാം. ആ പ്രോഗ്രാം പാലക്കാട്ട് നടക്കുന്നു. കാലിക്കറ്റിൽ നിന്ന് ഒരമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. അവൻ മെന്റലി ചലഞ്ചഡ്. ആ അമ്മ ഈ ബിഷപ്പിന്റെ അടുത്ത് വന്നത്, ഈ ബിഷപ്പ് മാരാമണ്ണ യുവവേദി പറഞ്ഞതാണ്, ഞാൻ നേരിട്ട് ഇങ്ങനെ കേൾക്കുന്നു. 3-4 വർഷമായി. അദ്ദേഹം പറഞ്ഞു, ഈ അമ്മ വന്ന് പറഞ്ഞത് തിരുമേനി ബിഷപ്പിനോട്, ലോകത്തിൽ ഒരമ്മമാർ പോലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബിഷപ്പ് ചോദിച്ചു, അതെന്നാ പ്രാർത്ഥന? അവർ പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വിളിക്കണം. ടേക്ക് മൈ ചൈൽഡ് ബിഫോർ വി ഡൈ. അതൊരമ്മമാർ പോലും പ്രാർത്ഥിക്കാൻ പാടില്ല. അതെൻ്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറ്റാരേക്കാളും ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവൻ ഹൈപ്പറാണ്. ഇതിൻ്റെ കൂടെ എൻ്റെ കണ്ണു വെട്ടിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ അവനെ പരിഹാസത്തോടെ നോക്കുന്നത്, കല്ലൊക്കെ എടുത്തു. അവനൊരു കടയ്ക്കരെ കാണുന്നതിൽ എടുക്കും. മെന്റലി ചലഞ്ചഡ്. അവൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോലും പ്രവേശനം കിട്ടുകയില്ല, എൻ്റെ ആത്മാവ് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇവരെയൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതുകൂടെ നമ്മൾ നോക്കണം. ഇതൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വികാരവായ്പകളും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആർക്കെങ്കിലും ഉണ്ടാകും, കാരണം അതുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഇവിടെ എൻ്റെ ചെങ്ങന്നൂന്ന് വന്ന പുതുക്കേരിലെ തോമസാർ അവരുടെ കുടുംബമായിട്ടാണ്. അവിടെ അനുവിൻ്റെ പേരൻസാണ്. We have started a school for mentally challenged. Now they are looking after 20 kids in the Trinity Marthama Parish in Thittamachangam. ഓരോ പള്ളികളും അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇനി ഞാൻ പല കാര്യങ്ങളും ഇനിയും പറയാം. We are talking about the smart village and saving little hearts, so many small projects and we are ഇതിന് നിങ്ങളോടൊന്നും പണം ഞാൻ ചോദിക്കും എന്ന് പറയുന്നത് സത്യമല്ല. ചോദിക്കും. എൻ്റെ കയ്യിൽ ആരും പണം തരാൻ ഉദ്ദേശിക്കില്ല. നിങ്ങളുടെ വികാരിയത്തിൻ്റെ കയ്യിൽ ചുമതലക്കാർഡുകൾ, നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം കൊടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സഹായകരമായി. ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ പണം കൊടുത്തില്ലെങ്കിലും പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ദൈവം ആരും ശിക്ഷിക്കുകയില്ല. അതൊക്കെ തെറ്റായ പ്രവണത. Our God is a loving God, is not a punishing God. But these are all occasions. So the other man's need is my opportunity to become human. We are getting all opportunities. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എൻ്റെ ഒരു കുട്ടി ആ പാടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ വിടാനുള്ള സാധ്യത. എന്നാൽ ഇതൊക്കെ നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ, അവിടെയൊക്കെ ഒരു ബിഷപ്പാണ് ഞാൻ. എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോംബെയിലെ നമ്മുടെ ആളുകളുടെ കുട്ടികൾ അവരുടെ ബിഷപ്പാണ് ഞാൻ. പക്ഷെ അവരോടൊപ്പം തന്നെ ഈ നമ്മൾ അൺഫോർച്ചുനേറ്റ് എന്ന് പറയാൻ പാടില്ലെങ്കിലും അങ്ങനെ ജീവിതത്തിലെല്ലാം നിഷേധിക്കപ്പെട്ട നഷ്ടപ്പെട്ട ആളുകളുടെ അവരുടെ കുഞ്ഞുങ്ങളുടെയും ബിഷപ്പാണ് ഞാൻ. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഇതൊന്നും കാണാതിരിക്കാനോ ഇതൊന്നും സഭയുടെ ജോലിയില്ല എന്ന് വിചാരിക്കാനല്ല. And I am proud to say that we have assigned one transgender as our social work. അത് അവയിൽ തന്നെ പറഞ്ഞിട്ടില്ല. അവിടെ ജീവികരണത്തിന്റെ മോനൊക്കെ വന്നിട്ടുണ്ട്. മെത്രാപ്പൊലിത്തയോട് പോയി പറഞ്ഞോളെ,
അതൊന്നും അങ്ങനെയൊന്നും വെളിപ്പെടുത്തേണ്ട വിഷയം. കാരണം നമ്മൾ ഇറ്റ് ടേക്സ് ടൈം ടു അഡ്ജസ്റ്റ് വിത്ത് ഓൾ, റെക്കൺസൈൽ വിത്ത് ഓൾ ദീസ് തിങ്സ്. സോ നമ്മൾ തന്നെ മെന്റലി ഇമോഷണലി വി ആർ അഡ്ജസ്റ്റിംഗ് വിത്ത്, വി ആർ ലേണിംഗ് ആൻഡ് വി ആർ ഗ്രോയിങ് ആൻഡ് വി ആർ റിയലൈസിങ് ദീസ് റിയാലിറ്റീസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വെക്കുന്നതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പിലാണ് ഞാൻ നിങ്ങൾ നൽകുന്നത്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ അവരവർക്കറിയാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്, അതൊന്നും ഇല്ലെന്ന് പറയാനല്ല ഞാൻ ശ്രമിച്ചത്. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടേതായ സഹായവും സഹകരണവും ഉണ്ടാകണം. ഈ കാര്യത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന. ഇനി സമയം കുറവാണല്ലോ, നമുക്ക് ഇന്ന് നമ്മളുടെ 12 of our kids, youngsters have received communion for the first time in their life. This is a very auspicious day for them. നമ്മൾ ഇന്ന് വായിച്ച ഗോസ്പൽ പോർഷൻ, the gospel we heard is from chapter 6 of St. John's Gospel. And Jesus said, "He who receives my body and drinks my blood has eternal life, and I will raise him on the last day." തുടർന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, "He who receives my body and drinks my blood, he will abide in me and I in him." These are the 3 rewards mentioned by St. John's Gospel for the aftermath, the result or the blessing or the fruit of communion. 3 things. അതിലേക്കൊന്ന് വിശദീകരിക്കണം. ഒന്ന്, "He who receives my body and drinks my blood has eternal life." So eternal life is assured to only those who receive communion. The logic is very simple then. There is no eternal life without Eucharist. And in every Eucharist, you just look at this. Every Eucharist, Jesus says, "This is my body and this is my blood. You receive, you receive." And we are associating with the body and blood of Christ. And we become union with Christ. And Paul makes it very clear when he says that if anybody is united to Christ, then he or she is a new being. The old has gone and the new has come. അപ്പോൾ രണ്ടാമത് അവിടെ പറയുന്നത്, "I will raise him on the last day." We all believe, or perhaps the quintessence of our faith is that we all believe in resurrection. We believe in the bodily resurrection. We believe in the bodily resurrection. We are not talking about the salvation of the soul, but we are talking about the resurrection of the body. This is the body is going to be risen from the dead. This is the body going to be risen from the dead. അങ്ങനെയാണെങ്കിൽ ആ 2, 3, 4 ബെഞ്ചിൽ ഇരിക്കുന്നവരെ have you ever thought of a stage, a stage or a day of resurrection? ഇന്നേക്ക് 100 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും ഇവിടെ കാണുകയില്ല. ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന 1 വയസ്സുള്ള കുഞ്ഞിന് പോലും 101 വയസ്സാകും. അത്രയും പോരെ? Are you following what I say? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ ഈ പറഞ്ഞ ആദ്യമേ പറഞ്ഞതിനെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ? പിന്നീട് ഞാൻ ഒടുവിൽ പറയുകയാണ്. ഞാനിപ്പോ എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നു, നിങ്ങളൊന്ന് പറഞ്ഞ സഹായിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കും. ഇവര് കേൾക്കുന്നില്ല, വെള്ളം പിടിച്ചു എന്തായാലും അങ്ങനെയൊന്നുമില്ല. We are not talking about the salvation of the soul, but the resurrection of the body. ഈ ശരീരം, സ്നേഹത്തിന്റെ പേര് നല്ല മനുഷ്യനാണല്ലോ, പേരെന്താ നമ്മൾ പറഞ്ഞത്? A day will come that you have to risen from the dead. Have you ever thought of what would be the stage or what the nature then? Thinking. Paul അതുകൊണ്ട് ക്ലിയർ ആക്കുന്നുണ്ട്, Jesus has risen from the dead, so I too. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാനും അവിടെ ഇരിക്കുന്ന. So our body is very important. We are all bodily beings. നമുക്ക് എല്ലാവർക്കും അറിയാം, ടുഡേ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ്. Always remember, my dear friends in Christ, that this is the body going to be risen from the dead. Therefore, we have a tremendous responsibility
to keep our body in purity and holiness. I am not talking about a cosmetic beauty, but a cardiac beauty. And Paul again says that you are the temple of the living Lord, and God resides in the inner cave of your heart. ഈ ശരീരങ്ങളെ, so we have ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തെ മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊന്ന് വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ മുമ്പോട്ട് പോകും. മൂന്നാമതായിട്ടോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തു ഞാൻ അവനിലും അവന് മ്യൂച്വൽ പാടി. അപ്പോ ഇതിന്റെ വെളിച്ചത്തിലാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ വേഗം പറഞ്ഞനുസരിച്ച്. മൂന്ന് വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. വാട്ട് ഹാപ്പൻസ് ഇൻ കമ്മ്യൂണിയൻ? ഇറ്റ് ഈസ് കണക്റ്റിംഗ്, ഇറ്റ് ഈസ് ക്ലെൻസിംഗ്, and it is challenging. And let's explain it more. It is connecting. നമ്മളറിയാം, യേശു പറഞ്ഞു, this is my body broken for you and this is my blood shed for you. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ശരീരവുമായി നമ്മളെ തന്നെ കണക്ട് ചെയ്യാം. So every Christian must make sure that we are well connected to Christ. And in every communion, my dear friends, you are connecting to Christ. And if you are well connected to Christ, you are a new being. ഇത് നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്കറിയാം, you know about budding and don't call God as ഇവിടെ എങ്ങനെ God as buddy. No buddy, God is God. ആവശ്യമില്ലാതെ വാക്കുകളും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞാൻ പറഞ്ഞു വെക്കുന്നത്, you are connecting to Christ and God wants to live in us. You know the Emmaus story. ഈ Emmaus സ്റ്റോറിയിൽ നമ്മളുണ്ട്, റിസപ്ഷന്റെ ശേഷം രണ്ട് ഡിസൈപ്പിൾസ് ഇങ്ങനെ പോവുക. Their name is not well disclosed, but two of the disciples. കുറെ കൂടിയപ്പോഴാണ് ഒരു സ്ട്രേഞ്ചറൂടെ കൂടി നമുക്ക് മനസ്സിലാകുന്നു അത് ജീസസ് ആണ്. അവരങ്ങനെ അങ്ങ് യാത്ര ചെയ്തപ്പോൾ, അവരങ്ങ് വില്ലേജിലെത്തിയപ്പോൾ സന്ധ്യയായി, ഇരുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഈ സ്ട്രേഞ്ചർ പറഞ്ഞു അങ്ങ് മുമ്പോട്ട് പോകുക, അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഈ കൂടെ നടന്ന രണ്ടുപേര് പറയുന്നുണ്ട്, യു കം ആൻഡ് സ്റ്റേ വിത്ത് us. അങ്ങനെ പറഞ്ഞു ഇല്ലയോ? നിങ്ങളൊന്ന് ശബ്ദം എഴുതി, ഹായ് എന്ന് എന്തൊരു ശബ്ദം ഉണ്ടാകട്ടെ. പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. എനിക്കൂടെ ഒരു സമാധാനം വന്നു. പറഞ്ഞു. എന്താ പറഞ്ഞത്? യു കം ആൻഡ് സ്റ്റേ വിത്ത് us. അവ കൂടെ പോയി. പുള്ളി ഇങ്ങനെ വിളി കേൾക്കാനിരിക്കുക. ഈ മാർത്തോമാലെ ബിഷപ്പിന്റെ കൂട്ടാണ്. പുള്ളി കേട്ടുകൊണ്ട് ചാടി ഊണുണ്ടെന്ന് ഉറപ്പാണ്. അതിനവിടെ ചെന്നു. ഭക്ഷണത്തിന്റെ സമയമായി. നമ്മൾ വായിക്കുന്നുണ്ട്, യൂക്രിസ്റ്റിന്റെ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് നല്ലതായിട്ടാണ് പറയുന്നത്. ഒന്ന്, ഈ യേശുക്രിസ്തു അതിന്റെ തലേന്ന് തേഴ്സ്ഡേയില് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. he is now celebrating the first communion. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഉടനെ എനിക്ക് മെയിലൊന്നും അയക്കരുത്, ഇതിന് ഫസ്റ്റ് കമ്മ്യൂണിയൻ ആയിരുന്നു, സെക്കൻഡ് കമ്മ്യൂണിയൻ ആയിരുന്നു, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ സംതിങ് ഹാപ്പൻ. അപ്പൊ then he took the bread, gave thanks, blessed and broke it and gave, and immediately he disappeared. Is it written there like that? Yes, he disappeared. നിങ്ങളൊരു ലോജിക്ക് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും, God is omnipresent. The God whom we talk about is a God of omnipresent. He is present everywhere. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാ മറയുന്നത്? അങ്ങനെ മറയുന്ന ഒരു സ്ഥലമില്ല, കാരണം he is present everywhere. ഒരു കാര്യത്തിന് തർക്കം വേണ്ട, നമുക്ക് അങ്ങനെ തൽക്കാലം അത് മാത്രം എടുക്കാം. He disappeared externally so much so he could appear internally. Are you following what I am saying? Very simple. By doing that, Jesus, this friend is saying that their request is come and stay with us. And Jesus, by blessing the bread and wine, saying that I don't want to stay with you, I want to stay in you. Is there is any difference between staying with and staying in? Is there is any difference? There is substantial difference. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് ഭാര്യ ഭർത്താവ് ഒരു സ്നേഹക്കാരായതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടില്ല. നിങ്ങൾ അല്ലാതിരിക്കുന്ന രണ്ടുപേര് നിങ്ങളിങ്ങനെ അടുത്തിരിക്കുകയാണ്, എക്സ്ക്യൂസ് ചെയ്തിരിക്കുകയാണ്.
സ്റ്റേ വിത്ത്. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ മ്യൂച്വലി സ്റ്റേയിങ് ഇൻ ആണ് പറയാം ധൈര്യമുണ്ട്. പിന്നെ എന്തോ ചോദിച്ചാലും അനങ്ങാപ്പാറകളായിട്ട് സ്നേഹിതരെ, ഇവിടെ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. Your request and your demand to Jesus is, you come and stay with us. Then he is only a guest. He doesn't have any control over you. And once he takes charge, or when he is inside of you, then he takes your control. He takes your control. യേശു പറയുന്നത്, എനിക്ക് കൂടിയിരുന്ന ഇങ്ങനെ ചപ്പാത്തി അടിച്ചാൽ പോരാ, എനിക്ക് ഉള്ളിലിരുന്ന് നിയന്ത്രിക്കണം. ഞാൻ ആ മൂന്നാമത്തെ ബെഞ്ചിൽ നിൽക്കുന്ന സ്നേഹിതൻ, ചുമ്മാ ഒരു 3-4 നിങ്ങളൊരു ഉത്തരം പറയാം. Are you dare enough to say that I am ready to surrender to God Jesus so that he let him control? ധൈര്യമുണ്ടോ? ആലോചിച്ചേ പറയോ? പിന്നെ അങ്ങനെയാണെങ്കിൽ, once Jesus is the nucleus, the decisive factor, the controlling factor, then he will take decision. Unfortunately, what is happening today is we are making our own plan and asking Jesus or God to endorse our plan to execute properly. തമ്പി എന്നോട് യോജിക്കുന്നോ ഇല്ലയോ? ഒരാളെ ചോദിച്ചല്ലോ, ഇനി മതി. ഇവിടെ വെറുതെ വന്ന സ്നേഹിതരെ വല്ലതും നിങ്ങളൊക്കെ കാണും. Don't waste your time. He doesn't want to be part or to live with you. He wants to live in you, thereby controlling your life. അങ്ങനെ ജീസസ് കൺട്രോൾഡ് ലൈഫാണ് യൂക്കറിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത്. We are members of the Eucharistic community. And it is a very, very special, privileged community. A community declaring their solidarity with Christ and Christ alone. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. So we have to make sure that am I well connected to Christ. നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഏത് എനർജിയാണ് വരുന്നതെന്ന് നിശ്ചയിക്കുന്നത്. If you are well connected to Christ through Eucharist, then your energy definitely must come from Eucharist, and it is an Eucharistic energy. We need energy to survive. Very simple. And the Eucharistic energy is always a redeeming energy. It's a redeeming energy. It is always a loving energy. It is an energy compelling us to break ourselves to be a blessing to many. But the food, now we are talking about the Eucharistic food. The Kentucky Fried items, that also gives some kind of energy, not some kind of energy. That energy that gives you a muscle power, muscle energy. It is to subdue, to conquer, to declare war against our brothers and sisters and the nature. ലോകത്തിന്റെ രക്ഷ വിശുദ്ധ കുർബാനയിൽ മാത്രമെന്ന് ഞാൻ കഴിഞ്ഞ ഹൂസ്റ്റണിൽ പറഞ്ഞപ്പോൾ മെയിൽ വന്നുകൊണ്ടിരിക്കുക, തിരുമേനി മാത്രം എന്ന് പറയണ്ട. അതുകൊണ്ട് ഈ കാനഡയിൽ ഞാൻ മാത്രം എന്നുള്ളത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു തൽക്കാലത്തേക്ക്. ഞാൻ എൻ്റെ ഐഡിയ വിട്ടിട്ടില്ല. ഐ സ്റ്റിൽ ഹോൾഡ് ഓൺ ടു ദാറ്റ് പൊസിഷൻ. ബട്ട് നിങ്ങൾക്കൊരു മനപ്രയാസം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങളായ ആളുകൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒരു 2 ആഴ്ച വരെ ഞാൻ അതിന് അങ്ങനെ നിൽക്കുകയാണ്. കേൾക്കാമോ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾക്കൊന്നും യാതൊരു ഐ എം സർപ്രൈസ്ഡ് മൈ ഡിയർ ബ്രദേഴ്സ് ഇൻ ക്രൈസ്റ്റ്. നോ ഫീലിംഗ് അറ്റ് ഓൾ. ദിസ് ഈസ് ലൈഫ് ഡെത്ത് ഇഷ്യൂ ഫോർ മീ. I do not know what about you. Eucharistic energy is a different energy. It is a saving energy. It is always a loving energy. For are you well connected to Christ through Eucharist? And the best and the highest way for God to enter into our being is by receiving His body and blood. ഇത് കൂടുതൽ യേശുവിന് ദൈവത്തിന് നമ്മളിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെ? അപ്പത്തിന്റെ രൂപത്തിൽ നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ലിറ്റററി ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പിക്ലീസിസ് ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ
ഈ കാസാലുള്ള വീഞ്ഞ് നിന്റെ തിരുരക്തമായിരിക്കുവാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കും. ഈ അപ്പം നിന്റെ ശരീരമായിരിക്കുവാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കട്ടെ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഈ അപ്പവീഞ്ഞുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പറയുന്നത്, ദിസ് ഈസ് ദ ബോഡി ബ്രോക്കൺ ഫോർ യു. Am I right? Am I right? Yes. And we are receiving the body and blood of Christ in faith. It is not another piece of Kentucky Fried Chicken. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, ഇന്ന് നിങ്ങൾ ഇവിടെ ഭക്ഷിച്ചത് ഒരു പീസ് മാംസപിണ്ഡമല്ല, ഒരു കെൻറ്റക്കി ഫ്രൈഡ് ചിക്കന്റെ അംശമല്ല. You have received the body and blood of a 33-year youngster who said, this is my body broken for you, and you do this in remembrance of me. You are well connected to Christ. We are Christic people. Therefore, we are called to be Christo-sensitive people. Christo-sensitive people. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഇത്രയേ ഉള്ളൂ. യേശു കർത്താവ് എന്തൊക്കെ കണ്ട് ദുഃഖിതനായോ അത് മാത്രം കണ്ട് ദുഃഖിക്കാൻ വിളിക്കപ്പെട്ടവനും വിധിക്കപ്പെട്ടവനുമാണ് ക്രൈസ്തവൻ. Is it clear? The second one, is it clear for you? Are you following what I'm saying? You have to. You are called to be Christo. Look at me, Christo-sensitive. It is very simple. What all things which have pained Jesus must pain you. What all things Jesus has seen and worked, you have to be worked by the such scenes. യേശു ക്രിസ്തു കരഞ്ഞു. യേശു ക്രിസ്തു കരഞ്ഞു. യേശു ക്രിസ്തു കണ്ട് കരഞ്ഞതിനെ കുറിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ആ 4, 5, 6 ബെഞ്ചിലിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞല്ലോ, കുറ്റപ്പെടുത്തുകയല്ല, എന്റെ വേദനകൾ ഞാൻ പങ്കിടുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി അവസാനമായി കരഞ്ഞതെന്നാണ് സ്നേഹിതരെ. You must have cried for many other things. സഭ ലോകത്തെ രക്ഷിക്കാനിടയാകുന്നത്, we are called to not to lament on things but to cry out by seeing the pains. Paul is very clear when he says the principalities and powers of the world. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, it is connecting. Through Eucharist we are well connecting to Christ, and make sure we are all well connected to Christ, and where you are plugged in defines what energy must come from you. And the energy that should come from a Marthoma member or any Christian member is from Eucharist. It is not a subduing energy, it is always a redeeming energy, it's a loving energy, always ready to die for the other. The other, we are looking for someone ready to die for me. It's not like that. Second, it is connecting and it is cleansing. മലങ്കര കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പല പദപ്രയോഗങ്ങളിലൊന്ന്, നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ, യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാന, ഹോളി മാസ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുപയോഗിക്കുന്ന പല പ്രയോഗങ്ങളിൽ ഒന്ന് ഇതാണ്, തീക്കട്ട. തീക്കട്ടയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അതെവിടെ വെച്ചാലും അവിടെ എല്ലാം കത്തും കരിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ നമ്മുടെ മലയാളം സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ്, ഇൻവേരിയബിളി ഇൻ എവരി മലയാളം കമ്മ്യൂണിറ്റി നമ്മൾ ഒരിക്കലും വിടാതെ തുടങ്ങുന്ന പാട്ടെന്ന് പറയുന്നത്, ശോഭ നിറഞ്ഞ ആലയത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ ദുർചിന്ത, ദുർമോഹം ഇവയ്ക്ക് ശമനം ഉണ്ടാകണമേ. We have to burn out many things. Durmoham, Durchinta, all negative elements. Everything which are not endorsed by the Holy of the Holies. അതിനെ ഇല്ലാതെയാക്കണമേ, അതിനെ മാറ്റണമേ. അങ്ങനെ മാറ്റുമ്പോഴാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. Every Eucharist is to purify us. Cleansing process. And let every Eucharist be a kind of dialysis in our Christian life, Christian spirituality. Dialysis നമുക്കറിയാം, വളരെ നമ്മുടെ impure ആയിട്ടുള്ള ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. Every Eucharist is a kind of dialysis. And when you are receiving the Holy of the Holies in our body, we are purifying
by the Holy God. And the more we receive the body and blood of Christ, the more we become Christ-like. And there is a dictum in Indian language which says, we become what we eat. We become what we eat. Therefore, the more we receive the body and blood of Christ, the more we become Christ-like. You have been receiving communion for the last maybe 20, 30, 40 years. Can you say that you are growing more and more Christ-like? Otherwise, there is no point in saying that we are members of the Eucharistic community. Am I right, at least? The more we receive, the more we become Christ-like. You become what you eat. So a Christian is supposed to eat the body and blood of Christ. It's challenging us to become Christ-like. To become. Catholic Church is very clear when they say that to become another Christ. Another Christ but Christ. നമുക്ക് വളരാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ വെറുതെ എന്നോടൊന്ന് പറഞ്ഞു, നിങ്ങൾ ഈ സെന്റ് മാത്യൂസ് ഇടവകയിലെ കഴിഞ്ഞ 10 കൊല്ലമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളുകൾ 10 കൊല്ലം ക്രിസ്തുവിൽ നിങ്ങൾ വളർന്നെങ്കിൽ 10 കൊല്ലത്തെ ക്രിസ്തുയേശുവിന്റെ വളർച്ച ഈ ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒത്തിട്ടുള്ളൂ. അതോടൊക്കെ പറയാൻ ഞാൻ നിർത്തിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം പോകും. രണ്ടാമത്തെ ബന്ധത്തിൽ ഇരിക്കുന്ന അങ്ങേയറ്റം ഇരിക്കുന്ന 2 പുരുഷന്മാർ, ഞാൻ പറയുന്നത് എന്നോട് യോജിക്കുന്നില്ല, യോജിക്കണമെന്നുള്ളതല്ല. യെസ്, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയിക്കണം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതും പോകണം. And the third, it is a challenge. Jesus on the last day on his earthly life, he took the bread, gave thanks, blessed, and gave to the apostles, saying, "This is my body broken for you." Finally, he said, "You do in remembrance of me." Do is a verb, not a noun. വിശുദ്ധ കുർബാന കൊള്ളാൻ ആരും വരരുത്, വിശുദ്ധ കുർബാനയാകാനായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ അങ്ങനെ വിഴുങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞിരിക്കുകയുള്ളൂ. വേദപുസ്തകം പറയുന്നു എന്നുള്ളതാണ് വിഷയം. ആ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യം ഈ പറയും, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ ചലഞ്ച്. ടു ബിക്കം അനദർ ക്രൈസ്റ്റ് ഈസ് എ ചലഞ്ച്. എന്റെ പഴയ മെമ്പറായ റോബി ഇന്നലെ എന്നോട് ഇവിടെ വന്നിരുന്ന് കൺഫ്യൂസ് ചെയ്തു. തിരുമേനി, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ് വാട്ട് യു ഹാവ് സെയ്ഡ്. അങ്ങനെ ഒരു ഇന്നസെന്റ് ആണ്, എനിക്കറിയാം. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിലെ നടന്റെ കാര്യമല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, റോബി, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ അവർ എക്സിസ്റ്റൻസ് ഈസ് ടു പ്രാക്ടീസ് ക്രിസ്ത്യാനിറ്റി. ഇത് നമ്മൾ യാതൊരു ചുമ്മാതെ വഴിയെ പോകുന്നതിനെല്ലാം ഒക്കുന്ന ഒരു ഇടപാടായിട്ടാണ്. കൈയടിക്കുക, കാലടിക്കുക, ഇതൊന്നും ഞാൻ ചെറുതാക്കാൻ വന്നതല്ല. It is highly painful and you have to give price. And what is the price? Price unto your death to become a Christian. ഒരു ക്രിസ്ത്യാനിയായിട്ട് മരിക്കുമ്പോഴാണ് അവൻ മനുഷ്യനായി മരിച്ച സ്വർഗ്ഗത്തിൽ. 1-ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ ഒരു വെല്ലുവിളി സ്വീകരിക്കുക. I want to die as Jesus died. If you want to die the same way Jesus died, you have to live and lead a life which Jesus has shown to us. Simple. Very simple. യേശു പറഞ്ഞത്, you follow me. അപ്പോൾ ഈ വലിയ ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മുറിച്ച് നൽകിയതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിച്ച് നൽകണം. ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോയിരിക്കും. I have set you an example. Are you dare enough to take up that example? Otherwise, what is the purpose of saying that we are Christian? Why not? നിങ്ങളുടെ വെറുതെ വന്നതായിരിക്കാം, നിങ്ങൾ വെറുതെ പോകുമോ? അത് നിങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. പഴയ ആൾക്ക്
അങ്ങനെയൊന്നും പറഞ്ഞേ ഒക്കുകയില്ല. യു ഹാവ് ടു സേ യെസ് ഓർ നോ ടു ദ യൂക്കറിസ്റ്റിക് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് എ ചലഞ്ച്. ദൈവമേ, നീ നിന്നെ തന്നെ മുറിച്ച് നൽകിയതുപോലെ എന്നെയും മുറിച്ച് ഞാൻ നൽകുകയാണ്. മാർക്കറ്റ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? മാർക്കറ്റ് പ്രിൻസിപ്പിൾ വളരെ നമ്മൾ ഓരോ ദിവസം ഓരോ എക്സാമ്പിൾസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് എങ്ങനെയും മറ്റവനെ എക്സ്ക്യൂസ് ചെയ്ത് എനിക്ക് what is the present market says? Market is very simple. It is talking about profit. Simply talking about profit. And what is profit? എനിക്ക് പ്രോഫിറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ മറ്റവനെ എക്സ്ക്യൂസ് ചെയ്യണം. യൂക്കറിസ്റ്റിലൂടെയാണ് രക്ഷ എന്ന് പറയാനുള്ള സിമ്പിൾ മെത്തഡോളജി എന്താണ്? സിമ്പിൾ അതിന്റെ കാര്യം ഇതാണ്. Only in Eucharist says that I am ready to break myself so that you may live. മാർക്കറ്റ് നമ്മളോട് പറയുന്നത് I may even kill you for my existence and my growth. കേരളത്തിലൊക്കെ ഓരോ ദിവസവും പത്രങ്ങൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു മകൻ ഈയിടെ അപ്പന്റെ കാല് കൊല്ലണ്ടെന്ന് പറഞ്ഞു. കാല് തല്ലി ഒടിച്ച് അവിടെ ഇട്ടേക്കാനായിട്ട് കൊട്ടേഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, കേരളത്തിൽ നിന്ന് എടുത്തതാണ്. കേരളത്തിലെ മറ്റൊരു കൊച്ചാണ് നമ്മുടെ ഈ ന്യൂയോർക്കിൽ നിന്ന് പോയത്. ഒരു വാം പിടിച്ച വീട്ടിലെയാ. ഇവരെ ഈ അമ്മായിയപ്പന് നന്നായി പോട്ടെന്ന് കണ്ടാണ് അങ്ങനെ ഒരു കല്യാണം നടത്തുന്നത്. കൊടുക്കും അയാളെ കൊല്ലാൻ കൊട്ടേഷൻസ് അയാളെ കൊന്നു നടന്നു. എനിക്ക് വളരണം. വിശുദ്ധ കുർബാന പറയുന്നു, നീ വളരണം, ഞാൻ തളർന്നോളാം. അങ്ങനെ പറയുന്നു ഇല്ലേ? ഞാൻ എന്നെ തന്നെ മുറിച്ചില്ലാതെ ആക്കി, ഞാൻ മരിക്കാം, നീ ജീവിക്കും. സ്നേഹിതരെ, ഇതാണ് സുവിശേഷം. ഓരോരുത്തരും മറ്റുള്ളവരോട് പറയുകയാണ്, നീ ജീവിക്കാൻ, ഞാൻ മരിക്കാം. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ മനസ്സിലാകുന്നൊരു ലാംഗ്വേജ് അല്ലേ ഇത്? ഒരമ്മ കുഞ്ഞിനെ മരിക്കേണ്ടി വന്നാൽ the mother is ready even to die for the child because she wants to see the child is living and living abundantly. അപ്പോൾ ഞാൻ അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ് സ്നേഹിതരെ, കുർബാന കൊള്ളാൻ എളുപ്പമാണ്, കുർബാനയ്ക്ക് വരാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് സമയമുണ്ട്, നേരത്തെ എഴുന്നേറ്റു, വസ്ത്രങ്ങളുണ്ടെങ്കിൽ you can very well come to the church. പക്ഷേ കുർബാനയാകാൻ വലിയ വരികയാണ്. കുർബാനയാകുന്നതിലൂടെയാണ് രക്ഷ സാധ്യമാകുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞതൊന്നും ഒരു പുതിയ കാര്യങ്ങളല്ല, വെരി വെരി സിമ്പിൾ. ഒരു ശിശുവപ്പിലെ കുഞ്ഞിന് മനസ്സിലാക്കുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, എൻ്റെ കൂടെ ധർമാരാമിൽ പഠിച്ച ഒരു കത്തോലിക്കൻ ജോസ് കുഴിക്കണ്ണി, അദ്ദേഹം ഇപ്പോൾ അവരുടെ കോട്ടയം സെമിനാരിയുടെ പ്രൊക്കുറേറ്ററാണ്. ഈ കഴിഞ്ഞ മാസം വരെ. ഇപ്പൊ അത് മാറി. ബുദ്ധിമാനായ, ഞങ്ങൾ ഒരേ വർഷം ജനിച്ച ആളാണ്. ഞങ്ങൾ ആ രീതിയിൽ കുറച്ചുകൂടി അടുത്തു. എന്നും 4 മണി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു 7-8 അച്ഛന്മാർ, കത്തോലിക്ക, മാർത്തോമാ, CSI, ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെല്ലാം കൂടി നടക്കാൻ പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞ് വർത്താനം പറഞ്ഞ് കളിയാക്കി ഇതൊക്കെ പറഞ്ഞു. ആ ദിവസം അന്ന് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും അന്ന് കൂട്ടത്തിൽ. അപ്പോൾ എന്റെ പ്രായക്കാരനും എന്റെ അതേ വർഷമാണെങ്കിലും അദ്ദേഹമാണ് 2-3 മാസത്തിന് മുമ്പ് ജനിച്ചത്. ഇത് മാത്രമല്ല, അദ്ദേഹത്തെ കണ്ടാൽ ഇച്ചിരി പ്രായം തോന്നിക്കുന്നത് കൊണ്ട് ഞാനാണ് ഇട്ടത്. പിന്നെ എല്ലാവരും പിന്നെ വല്യപ്പെണ്ണാണ് അദ്ദേഹത്തിന്. അപ്പൊ എല്ലാവരും അവരൊക്കെ നിഗ്നെയും ഒക്കെ ഇടുന്നു. അപ്പൊ അന്ന് ഈ ജോസ് കുഴിക്കണ്ണി അച്ഛൻ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട്, സീംസ് ടു ബി വെരി ലുക്സ് വെരി സാഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, വല്യപ്പൻ എന്താ ഇന്ന് വല്ലാതെ ദുഃഖിച്ചൊക്കെ കാണുന്നു? വാട്ട് ഇസ് ദ പ്രോബ്ലം? അപ്പോൾ കുഴിക്കണ്ണി എന്നോട് പറഞ്ഞു, ഇടൂ, ഞാനത് കഴിഞ്ഞ വർഷം ഈ ദിവസം ഓർക്കുകയാണ്. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വർഷം ഈ ദിവസം എന്തോ ഉണ്ടായി? അതേ പറഞ്ഞു, ഞാൻ ഹൈ റേഞ്ചിൽ അച്ഛനായിട്ടിരിക്കുകയായിരുന്നു. അതിരാവിലെ കുർബാനയ്ക്ക് പോവുകയാണ്. കുർബാനയ്ക്ക് പോയപ്പോൾ രാത്രിയിൽ വലിയ മഴയൊക്കെ പെയ്ത് ഒരു മരം റോഡിന് കുറുകെ വീണ് കിടന്നു. അതിന്റെ പകുതിയൊക്കെ മാറ്റി വണ്ടി പോകും. ഞാൻ അടുത്ത് ചെന്നപ്പോഴാണ് അത് കണ്ടത്. വണ്ടി ബ്രേക്ക് ചെയ്തു, സ്കിഡ് ചെയ്ത് വണ്ടി ഒരു സൈഡിൽ, ഞാനൊരു സൈഡിൽ. ഞാൻ ആകെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ ശരീരം അനങ്ങുന്നില്ല. എനിക്ക് തോന്നി മരിക്കും. അനക്കമില്ല, ബോഡി മൂവ് ചെയ്യുന്നില്ല. ഇതെല്ലാം സെക്കൻഡുകളാണ്. അങ്ങനെ ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാല് കയറ്റി വരുന്ന ഒരു ടെമ്പോ വാൻ പാഞ്ഞു വരികയാണ് വിത്ത് ഹൈ സ്പീഡ്. അപ്പോൾ അച്ഛൻ ഈ കുഴിക്കണ്ണി വിചാരിച്ചു, അനങ്ങാൻ പാടില്ല, മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇനിയും വണ്ടിയും എടുത്തു.
അദ്ദേഹം തന്നെ പറഞ്ഞു, മുഖം ഈ ടാർ റോഡിൽ പതുക്കി മരിക്കും. അങ്ങനെ വിചാരിക്കുകയും മുഖം ഈ ടാർ റോഡിൽ പതുക്കുകയും ചെയ്തപ്പോൾ അതേ ഒരു ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹം സർവ്വശക്തി എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റു. അതിനുള്ള കാര്യമേ ഉള്ളായിരുന്നു. നോക്കിയപ്പോൾ വണ്ടി കൊക്കയിലേക്ക് മറിയുക. അദ്ദേഹം ചാടി എഴുന്നേറ്റ്. ഇത് മനോരമയിൽ വന്ന ഒരു ഇൻസിഡന്റ്. തൊട്ടടുത്ത് വന്നതായ ബസ് കൈ കാണിച്ചു നിർത്തി. ഈ വിഷയം പറഞ്ഞു. അവരെല്ലാം കൂടെ ചാടി ഇറങ്ങി നോക്കിയപ്പോൾ മരിച്ചിട്ടില്ല, but multiple fracture, and he was taken to the hospital. This driver 2 ദിവസം കഴിഞ്ഞ കുഴിക്കണ്ണി അച്ഛൻ അദ്ദേഹത്തെ കാണാനുള്ള ചെല്ലുകയാണ്. അച്ഛൻ അവനോട് വർത്താനമൊക്കെ പറഞ്ഞു. അവന് അപ്പോൾ മരിക്കുകയില്ല ഒക്കെ ഉറപ്പായപ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു ധൈര്യമുണ്ട്. എന്നിട്ട് അവസാനമായി അച്ഛൻ അവനോട് ചോദിച്ചു, അല്ല, എങ്ങനെയാണ് വണ്ടി മറിഞ്ഞത്? സാധാരണ ഇതിന് നമ്മളൊരു ഉത്തരം പറയും, ദൈവത്തിന്റെ കരുണയാണ്, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ച വണ്ടി പോലും മറിച്ചു കൊക്കയിലേക്ക്, അയാൾക്കൊന്നും പറ്റിയില്ല. ഇതെല്ലാം നമ്മൾ പറയും. ദോഷമൊന്നുമില്ല. ഈ ഉത്തരത്തിന്റെ പ്രതീക്ഷിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ കുഴിക്കണ്ണിയെ നടുക്കിക്കൊണ്ട് ഈ കൊച്ചു ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞു. ഫാദർ, വണ്ടി മറിഞ്ഞതല്ല, വണ്ടി മറിച്ചതാണ്. ഇതില് നാളുകളായി വണ്ടി ഓടിക്കുന്നവനാണ് ഞാൻ. അടുത്ത് വന്നപ്പോഴാണ് ഒരു ബോഡി കിടക്കുന്നത്. ഫാദറാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു കാര്യം എനിക്കറിയാം, ബ്രേക്കിൽ കാല് വെച്ചാൽ നിങ്ങളുടെ നെഞ്ചിലൂടെ കയറിയ വണ്ടി നിൽക്കുകയുള്ളൂ. ഇത് ഉറപ്പാണ്. മഴ പെയ്ത് റോഡ് സ്റ്റീപ്പായിട്ടുള്ള റോഡ് സ്ലിപ്പറി ആയി കിടക്കുക. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, വണ്ടി വെട്ടിച്ചു മറിക്കുക. ഇത് പറയുമ്പോൾ സമർത്ഥനായ കത്തോലിക്ക അച്ഛൻ ഇങ്ങനെ ആലിലെ പോലെ വിറയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഡ്രൈവർ ഈ അച്ഛനോട് പറഞ്ഞു, ഫാദറെ, ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഒന്നും ആർക്കും വലിയ ദോഷമൊന്നുമില്ല, വലിയ ഗുണമൊന്നുമില്ല. ആരും ചോദിക്കാനും പറയുന്നു. എനിക്കൊരു കുടുംബമാണ്, വിവാഹിതനാണ്. എന്നാൽ ഫാദർ ഒരുപാട് പേർക്ക് കുർബാന ചൊല്ലി കൊടുക്കണം. കുഴിക്കണ്ണി എന്നോട് പറഞ്ഞു, സകലങ്ങളായ കണ്ണുകളോട് എന്നോട് പറഞ്ഞു, എടോ 22 വർഷമായി ഞാൻ കുർബാനയിലോ. കത്തോലിക്ക അച്ഛനാണ്. രാവിലെയും വൈകിട്ടും ഞായറാഴ്ചയും എല്ലാം എൻ്റെ ആയുസ്സിൽ ഒരിക്കൽ പോലും ഈ ഡ്രൈവർ പറഞ്ഞതുപോലെ പറയാനോ ചിന്തിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ 31 കൊല്ലമായിട്ട് കുർബാനയില്ല. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികം സ്നേഹമാർക്കുമില്ല എന്ന് പറഞ്ഞ് യൂക്കറിസ്റ്റിന്റെ അർത്ഥം കാണിച്ചു എന്ന കർത്താവിനോട് 31 വർഷം കുർബാനയിൽ എനിക്ക് പറയാൻ ധൈര്യം, ദൈവമേ, വണ്ടി സഹോദരന് വേണ്ടി ഞാൻ മറിക്കണം. മറ്റൊരാളുടെ ജീവൻ നിലനിർത്താനായിട്ട് എൻ്റെ ജീവനെ ഞാൻ എവിടെയായിട്ടൊന്ന് എഴുതി വെച്ചു, വി ആർ നൗ ടോക്കിംഗ് അബൌട്ട് ബ്ലഡ് ഷെഡ്. പത്രം തുറന്നാൽ എല്ലായിടത്തും സുറിയായാലും പശ്ചിമേഷ്യയിലും എല്ലാം ബ്ലഡ് ഷെഡ്. Eucharist is not shedding the blood, it is a blood bank, always reserving blood to see that my brother is living. തമ്പിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഇല്ലേ, is having the heart of someone else. അവർ നിശ്ചയിച്ചു, എൻ്റെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, എന്നാൽ എൻ്റെ ഹൃദയം മറ്റാർക്കെങ്കിലും കിട്ടട്ടെ എന്ന് ആളിന്റെ അമ്മയോ അപ്പനോ ഭാര്യയോ മക്കളോ ഒന്ന് ചെയ്യിച്ചു. സ്നേഹിതരെ, ഇതല്ലേ ആത്മീയത? ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ വേദനപ്പെട്ട് നിങ്ങളോട് പറയുന്നത്? വല്ലാത്ത ഒരു ആത്മീയത വളരുകയാണ്, ഒരു കറുത്ത ആത്മീയത. അത് കരുതലില്ലാത്തതാണ്. എല്ലാം എൻ്റെ രക്ഷ, എന്നെ ദൈവം നടത്തണം, എൻ്റെ ആത്മരക്ഷ. Listen me carefully, there is no private salvation. Your raksha is very much associated with your brother and sister. അത് ഏറ്റവും ശക്തമായിട്ട് പറയാവുന്ന ഒരാളാണ്. തിരുമേനി, I am seated here because of some unknown friends. ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളുണ്ടോ എന്ന് എനിക്കറിയാം. നമുക്കെത്രയോ ആളുകളെ അറിയാം. കത്തോലിക്ക സഭയിലെ ഒരു അച്ഛന് കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റാണ്.
ഓരോ അവസരങ്ങളിലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക്. അവസാനമായി we receive this holy of the holies in our mouth. കർത്താവിൻ്റെ വിശുദ്ധമായ ശരീരങ്ങളെ ഈ വായിലാണ് ഉപയോഗിക്കുന്നത്. Never ever misuse that mouth for any unholy things. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം കാണുമായിരിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതേ വായിലൂടെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നു. They are polluting their body. Need not be liquor, need not be മദ്യം മയക്കുമരുന്ന്. Any unholy word is unchristian and not Eucharistic. ഞാൻ ഒരിക്കൽ പിള്ളേരുടെ ക്ലാസ് ഒരു മീറ്റിംഗ് മാത്യു വെച്ചിട്ട് ബാംഗ്ലൂർ ഈസ്റ്റിൽ ഒരു മെമ്പർ സിന്ധു തോമസ് ബിസ്ബിലാനിലെ ഗോൾഡ് മെഡലിസ്റ്റാണ്. കുവൈറ്റ് ജനിച്ചു വളർന്നതാണ്. അവൾ IBM-ന്റെ വളരെ ഉയർന്ന ജോലിയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ. ആ ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിന് വേണ്ടിയുള്ള ക്ലാസ് കഴിഞ്ഞ് അവൾ ഫസ്റ്റ് കമ്മ്യൂണിക്കൻ്റ് അല്ല, അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ I didn't know the magnitude of the Holy Spirit. I have been receiving communion for almost 10, 11, 12 years now. But still I am misusing my mouth. Telling lies, gossiping, this thing, that thing. Now I understand the gravity of the Holy Spirit. But I cannot assure you that I am going to stop abruptly all these things. I may not be able to do that. But I will try to control all of these things. Actually, you should pray for me. നമ്മൾ വിവാഹിതരായി നല്ല സന്തോഷമായിട്ട് അവിടെ ഉയർന്ന ജോലി. ഇതുപോലെ ഇന്റലക്ച്വൽ ജയൻസിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ പഠിക്കുക. ഇവിടെ ഇരിക്കുന്ന ചില എല്ലാവരോടും നമുക്ക് ഒരു തീരുമാനിക്കാം. ദൈവമേ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വിശുദ്ധ കുർബാന, my dear and friends, all of you, today you have received the holy of the holies in your mouth, and your mouth is holy. Never ever use unholy words. Never ever in your life use your holy mouth for unholy things. ഇത് നമുക്ക് ഈ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ഇതെല്ലാം പറഞ്ഞാൽ സമയം പോകും. എന്തൊരു സുന്ദരമായ കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. In every Eucharist, we are making sure that we are properly connecting to Christ. And if anybody is correctly connected to Christ, you are saved. You are a new being. You cannot behave the other way around. യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ സ്വീകരിച്ച് ഞാൻ പറഞ്ഞു, we become what we eat. And we are becoming more and more Christ-like means. യേശുവിനെ ദുഃഖിപ്പിച്ചത് എന്നെ ദുഃഖിപ്പിക്കും. യേശുവിനെ കരയിച്ചത് നമ്മളെ കരയിക്കും. ഇന്ന് സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി കരയുന്നവരാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണു നിറയുന്നവരായിരിക്കും. താല്പര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പരസ്പരം കരയുന്നവരായിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ അവർ പറയുന്ന ബ്രാൻഡ് കിട്ടിയില്ല എങ്കിൽ അവർ പണങ്ങുന്നവരാണ്. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ഒരു കൊച്ചിന് നൈക്കി ബ്രാൻഡ് വേണം. അപ്പം പറഞ്ഞു ഈ മാസത്തെ ബഡ്ജറ്റിൽ ഇല്ല, പിന്നെ നമ്മൾ പാവങ്ങളാണ്, ഇല്ല, അവൻ അന്നേരം തന്നെ വേണം. പറഞ്ഞു അപ്പൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? അവൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇതൊക്കെ നമ്മൾ ഈ ഡിവോഷണൽ ബുക്കിലൊക്കെ നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. അവൻ വേണമെങ്കിൽ എവിടെയും വണ്ടി കയറി പോകാൻ പറഞ്ഞ് വണ്ടി കയറാൻ നിന്നപ്പോൾ അവൻ കണ്ടു ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള അവൻ കൈകുത്തിയാണ് വണ്ടിയിലോട്ട് കയറുന്നത്. കാല് ശോഷിച്ചതാണ്. അത് ചെയ്തു. പക്ഷെ അവനൊരു ഈ become enlightened by seeing this scene. അവൻ പറഞ്ഞു എൻ്റെ അപ്പൻ അടുത്ത മാസം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവൻ ഇപ്പോൾ കിട്ടിയാൽ ഇവൻ ഇടാൻ. സ്നേഹിതരെ, ഞാൻ തുടങ്ങിയ ദിവസം പറഞ്ഞു കാഴ്ചയുടെ വിഷയമാണ് ദൈവരാജ്യത്തിന്റെ വിഷയം. കാഴ്ച ഇതൊന്നും സാരമില്ല എന്ന് വിചാരിക്കുന്ന കഠിന മനസ്സിലൂടെ കാണും. ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഒന്നും കഠിനമാണ്. എനിക്ക് വേണ്ടിയോ ഒന്നുമല്ല, ദൈവത്തിന് വേണ്ടി ഓർമ്മ. So I beg you, my dear friends in Christ, we are very special. We are the members of the Eucharistic community. It is a redeeming community. It is the energy is to redeem and to love. അങ്ങനെ നമുക്ക് കുർബാന കൊള്ളുന്നവരായിട്ടല്ല, കുർബാന കൊള്ളുന്നവരിൽ നിന്ന് കുർബാനയായി തീരാം. 350ഓളം വരുന്ന ഇടവകയിലെ ദൈവജനം, അതിലൊരു ചുമ്മാ ഒരു കണക്ക് 500 ആളുകൾ കമ്മ്യൂണിക്കൻസ് മെമ്പറാണ്. ആ 500 ആളുകൾ ഇന്ന് ദൈവത്തോട് പറയാണ്, I want to be another Christ. I never ever use my body for things makes it unholy. You resides in me. യേശുവേ, എന്നെ ഒരു കുർബാനയാക്കണമേ.
മുറിച്ചു നൽകുവാൻ സഹായിക്കണമേ. എൻ്റെ ജീവനെ നിലനിർത്തുന്നതിലല്ല, നിന്റെ ജീവനെ നിലനിർത്തുക. നിക്കോളാസ് ബർദേവിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു. My search for my food is a physical thing, and my search for my brother's food and his hunger is a spiritual issue. എൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ഭൗതിക കാര്യമാണ്. എന്നാൽ എൻ്റെ സഹോദരന്റെ വിശപ്പിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ആത്മീയമാണ്. സഹോദരന്റെ വിശപ്പ് എൻ്റെ ആത്മീയ വിശപ്പാകുമ്പോൾ, എൻ്റെ ആത്മീയ പ്രശ്നമാകുമ്പോൾ നമ്മൾ ആത്മീയരാകുന്നു. ദൈവമേ, അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇപ്പോൾ പാടിയ ആ പാട്ടിന്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാൻസ് നിങ്ങൾ ഒടുവിൽ പാടില്ല, അത് നിങ്ങൾ സെറ്റ് ചെയ്യും. തലകളെ വണക്കാം. കർത്താവേ, ഞങ്ങൾ എന്തിനാണ് നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചത്? അത് കേവലം ഒരു മായവും സങ്കല്പവുമാണ്. 33 വയസ്സുള്ള നമ്മളെ പോലെ ഒരു ചെറുപ്പക്കാരൻ, അവൻ പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇത് ഞാൻ ഇനി ഒരിക്കലും എനിക്കായി കാത്തു സൂക്ഷിക്കുന്നില്ല, ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മുറിക്കുകയാണ്. അവിടെ അവസാനിപ്പിച്ചില്ല. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക കാണിക്കുന്നു. I have set an example. Do this in memory for me. What to remember? The life, death and resurrection of Jesus. And how did he die? Enable us to see the cause of his death. And let us earnestly pray that Lord, pain me things which are paining you. Lord, let us cry for things which are make you to cry. കണ്ണ് കാണാൻ മാത്രമല്ലല്ലോ, കണ്ണ് കരയാനുണ്ട്. ആയിരക്കണക്കിന് സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ട്രാൻസ്ജെൻഡർ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ അവരെ കണ്ണ് നിറയും. ഞങ്ങൾ കാണാത്തവരായി ജീവിക്കാൻ അനുവാദം. ഞങ്ങൾ മോശമാണ് എന്ന് അതിന് ഒരിക്കലും അർത്ഥമില്ല. We are all good people, but we have to move from this goodness to Christos sensitive people. This is a challenge, even to the point of death. ഞങ്ങൾ വിശുദ്ധ കുർബാന കൊള്ളാൻ വന്നവർ, കാണാൻ വന്നവർ, കുർബാനയാകാൻ. ആ കുർബാനയാകുന്നതിന് ഞങ്ങൾക്കൊരു ശക്തി വേണം. We need a meta-dimensional power, a power beyond our understanding, our own rationality. And you are there to give that great power through breaking your body. And we have all received that body. And now we are saying, go into the world. Not merely to become taken away by the powers and principalities of the world, but transform the world by becoming leading and living a Eucharistic life. കർത്താവേ, അത് ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ്. ഞങ്ങളുടെ സ്വന്തം കഴിവിൽ സാധ്യമല്ലാത്തതിന് കർത്താവിന്റെ സാന്നിധ്യം നൽകി ശക്തിയിൽ ചേർന്ന് സാധ്യമാക്കുന്നു. The great God is with us, and you want to see the best in us, and the highest goodness is to become another Eucharist, a life for others, not merely looking after for our own food, but to see the hunger of my brother and respond to that. സഹോദരന്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാണ്. ഈ ലോകത്തിലേക്ക് പോയി വിശുദ്ധ കുർബാനയായി ജീവിച്ചു. അവസാനമായി ഞങ്ങൾ ഈ 2 ദിവസങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ആ വാക്കുകൾ, He, she is my beloved. Today I have begotten you. നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. Thank you, Tirumeni, for enlightening us. ഇതുവരെ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് തിരുമേനിയിലൂടെ ദൈവം നമ്മളോട് കരുണ ചെയ്തു. ആ ഒരു ജീവിതം പ്രയാസമുള്ളതാണ് എങ്കിലും ശ്രമിക്കാൻ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ
അതിനുവേണ്ടി നമുക്ക് അപേക്ഷിക്കാം. തിരുമേനി അതിനായിട്ടായിരിക്കും ദൈവം നമ്മുടെ ഇടയിലേക്ക് അയച്ചത്. ഐ ബിലീവ് ലൈക്ക് ദാറ്റ്. ദൈവവചനം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, ഇടവകയുടെ ജീവിതാനുഭവങ്ങളിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുക, ഫോർ എ ട്രാൻസ്ഫോർമേഷൻ, getting connected to this thesis, getting cleansed every day, and we can challenge other people through our life as a Eucharistic community. Thank you, Tirumeni, very much for being with us for the last 3 days. We are enriched by your presence and we are enlightened with your words. May God continue to bless you to become more effective in the ministry of the Marthoma Church as an Episcopal in the coming years. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിക്കുന്നു നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവവും ബലഹീനതയും കുറവുള്ള നമ്മളെ പ്രാർത്ഥന ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.